ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ ഫോർമേഷൻ ഇൻ വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകത്തിലെ 4ാമത്തെ ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റാണ് ഇമ്പീരിയലിസം, സാമ്രാജ്യത്വം. ഇമ്പീരിയലിസത്തെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഇമ്പീരിയലിസം? ഇമ്പീരിയലിസം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ മേൽ സർവാധിപത്യം സ്ഥാപിക്കുന്നതിനെയാണ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത്, സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. എക്സസൈസ് ഇമ്പീരിയൽ പവേഴ്സ് ഓൺ വൺ കൺട്രി, അതായത് എ കൺട്രി എക്സസൈസ് ദെയർ ഇമ്പീരിയൽ പവേഴ്സ് ഓൺ അനദർ കൺട്രി. അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇമ്പീരിയലിസം എന്ന് വിളിക്കാം. അതിൽ ആരായിരിക്കും അവരുടെ പവർ ഉപയോഗിക്കുക? റിച്ച് ആയിട്ടുള്ള രാജ്യങ്ങൾ, അത് സമ്പന്നമായിട്ടുള്ള രാജ്യങ്ങൾ, റിച്ച് ആൻഡ് പവർഫുൾ കൺട്രി കൺട്രോൾസ് അതർ നേഷൻസ്, കൺട്രോൾ ഓവർ അതർ നേഷൻസ്. അതിനാണ് നമ്മൾ ഇമ്പീരിയലിസം എന്ന് വിളിക്കുന്നത്. ഇനി ഇമ്പീരിയലിസം എപ്പോഴാണ് തുടങ്ങുന്നത്? ക്യാപിറ്റലിസത്തിന്റെ വരവോട് കൂടിയിട്ട് ക്യാപിറ്റലിസം കോളനിവൽക്കരണത്തിനെ നയിക്കുകയും ഈ കോളനിവൽക്കരണമാണ് ഇമ്പീരിയലിസത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. നമുക്ക് കോളനിവൽക്കരണത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ യൂറോപ്യൻ രാജ്യങ്ങൾ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ കിഴക്കൻ രാജ്യങ്ങളിലേക്ക് തേടി വരുന്നത്, ഇപ്പോൾ ഇന്ത്യ, ചൈന പോലെയുള്ള കിഴക്കൻ ഈസ്റ്റേൺ രാജ്യങ്ങളിലേക്ക് വരുന്നത് ട്രേഡിനെ മുൻനിർത്തിക്കൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ട്രേഡ് ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ട്രേഡ് എന്ന് പറയുന്നത്, വാണിജ്യം എന്ന് പറയുന്ന ആ ഒരു ആശയം പിന്നീട് എന്തായി? ഒരു നിർബന്ധിത കുത്തകകൾ ആയി മാറുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പോൾ ആദ്യം വാണിജ്യമായിരുന്നു ലക്ഷ്യമെങ്കിൽ പിന്നീട് ആ രാജ്യങ്ങളുടെ എല്ലാവിധ അധികാരവും ഇവർക്ക് ലഭിക്കണം എന്നതിൻ്റെ രീതിയിൽ ഒരു രീതി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വന്നു. അത്തരത്തിൽ കോളനികളാക്കപ്പെട്ട രാജ്യങ്ങളുടെ മേൽ എല്ലാവിധ ആധിപത്യവും, എല്ലാവിധ മൊണോപ്പൊളി, എല്ലാവിധ ആധിപത്യവും, എല്ലാവിധ ഇമ്പീരിയൽ പവേഴ്സും എക്സസൈസ് ചെയ്തതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റലിസം ആണ് ഇമ്പീരിയലിസത്തിന് വഴി തെളിയിച്ചത്. അതായത് ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളാണ് ഇമ്പീരിയലിസം വഴി മറ്റ് രാജ്യങ്ങളുടെ മേൽ സർവാധിപത്യം സ്ഥാപിച്ചത്. ഇനി ഇമ്പീരിയലിസത്തിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത് ഉൽപ്പന്നങ്ങളുടെയും മനുഷ്യന്റെയും മൂലധനത്തിന്റെയും അന്താരാഷ്ട്ര ഒഴുക്ക്, ഇന്റർനാഷണൽ ഫ്ലോ ഓഫ് മണി, മെൻ ആൻഡ് ക്യാപിറ്റൽ. അതായത് ഇതിനെല്ലാത്തിനും ഒരു ഇന്റർനാഷണൽ മൂല്യം ലഭിച്ചിരിക്കും. മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് വ്യാവസായിക വികസനത്തിന് വേണ്ടി വിവിധ തലങ്ങളിൽ രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര ആശ്രിത ബന്ധം. അതായത് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള റെവല്യൂഷൻ, ഇൻഡസ്ട്രിയലിസം എന്ന് പറയുന്ന ആശയം വരുന്നതിന് വേണ്ടിയിട്ട് ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിനിമയം നടക്കുന്ന ഒരു സ്ഥിതി വരുന്നു. ദെൻ അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് വികസിതവും ഉയർന്നതുമായ സാങ്കേതികത. ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഇമ്പീരിയലിസ്റ്റ് രാജ്യങ്ങൾക്ക്, സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾക്ക് എന്തുണ്ടായിരിക്കും? അവർ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിരിക്കും, കുറച്ചുകൂടെ ടെക്നോളജി ആയിരിക്കും. അഡ്വാൻസ്ഡ് ആൻഡ് മോഡേൺ ടെക്നോളജിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന അവരുടെ ഒരു പ്രത്യേകതയായിരിക്കും. ഇനി അടുത്തൊരു ഇമ്പീരിയലിസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് വികസിത ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ യൂറോപ്പിന്റെ തന്നെ കേസ് എടുക്കുമ്പോൾ നിരന്തരം കോൺഫ്ലിക്റ്റ്, നിരന്തരം മത്സരങ്ങളായിരിക്കും അവർ തമ്മിൽ. അപ്പൊ ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങൾ തമ്മിലൊരു മത്സരം എന്നത് ഇമ്പീരിയലിസത്തിന്റെ ഒരു ഫീച്ചറായിട്ട് പറയുന്നു. അപ്പൊ ഇത്രയാണ് ഇമ്പീരിയലിസം എന്നുള്ളത് കൊണ്ട് നമുക്ക് പറയാനുള്ളത്. ദെൻ ഇമ്പീരിയലിസം, കൊളോണിയലിസം, കോളനിവൽക്കരണവും രണ്ടും ഏതാണ്ട് ഒരു കോയിന്റെ രണ്ട് വശങ്ങളാണെന്നൊക്കെയാണ് പറയുക. ഇമ്പീരിയലിസം എന്ന് പറഞ്ഞാൽ അതെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മഹാനഗരത്തിൽ ഭരണത്തിന്റെ സ്വാധീനം ചെലുത്തുന്നതിനെയാണ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. ഈ ഇമ്പീരിയലിസം തുടങ്ങുന്നത് നവോത്ഥാന കാലഘട്ടത്തിന് ശേഷമാണ്. പോസ്റ്റ് റിനൈസൻസ് പീരീഡിലാണ് ഇമ്പീരിയലിസം വരുന്നത്. അതേസമയം കൊളോണിയലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? കൊളോണിയലിസം എന്ന് പറഞ്ഞാൽ കോളനികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭരണം നടത്തുന്നതിനാണ് കൊളോണിയലിസം എന്ന് പറയുന്നത്.
ഇനി ഈ സാമ്രാജ്യത്വം 3 രീതിയിൽ സാമ്രാജ്യത്വം ഭരണസ്വാധീനം ചെലുത്തിയിരുന്നു. 3 രീതിയിൽ ഭരണസ്വാധീനം ചെലുത്തിയിരുന്നു. ഒന്നാമതായിട്ട് കച്ചവടത്തിനായുള്ള യുദ്ധങ്ങളും മത്സരങ്ങളും, അതായത് ട്രേഡ് മൊണോപ്പൊളി ലഭിക്കുന്നതിന്, ട്രേഡ് വാണിജ്യത്തിൽ കൂടുതൽ ആരാണ് മുന്നിൽ നിൽക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാവുമായിരുന്നു. അത് പ്രധാനമായിട്ടും പോർച്ചുഗീസ്, സ്പെയിനൊക്കെ തമ്മിൽ 17-18 നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്നു. രണ്ടാമത് എല്ലാ അർത്ഥത്തിലും കോളനി ആക്കാൻ വേണ്ടിയിട്ടുള്ള മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ മേൽ കോളനി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഈ ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങൾ തമ്മിൽ കോളനിവൽക്കരണത്തിന് വേണ്ടി തല്ലുണ്ടായിരിക്കും. ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ, ബ്രിട്ടൻ വേഴ്സസ് ഫ്രഞ്ച് ഒരു വലിയ മത്സരങ്ങൾ നടന്നിട്ടുള്ളത് കോളനികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഭരണ സ്വാധീനം, ഇമ്പീരിയൽ പവർ എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങൾ ചെലുത്തിയിട്ടുണ്ട്. 2 രീതിയിലാണ്. ആദ്യം ട്രേഡിന് വേണ്ടിയിട്ടും പിന്നൊന്ന് കംപ്ലീറ്റ് അതോറിറ്റിക്ക് വേണ്ടിയിട്ടും അവർ തല്ല് നടത്തിയിട്ടുണ്ട്. ഇനി മൂന്നാമതായിട്ടുള്ളൊരു രീതി എന്ന് പറഞ്ഞത് മുഴുവനായിട്ട് കോളനിയാക്കാതെ ചെറിയ ചെറിയ കോളനികൾ മാത്രമായിട്ട് രൂപീകരിക്കുക. ചെറിയ കോളനികൾ മാത്രം രൂപീകരിച്ചുകൊണ്ട് ആവശ്യാനുസരണത്തിന് മാത്രം കോളനികൾ രൂപീകരിക്കും. ഇപ്പൊ ജർമ്മനിയിലും USA ഒക്കെ അങ്ങനെയാണ് കോളനീസ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് കൊളോണിയലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ മേലുള്ള സർവാധികാരം ഇവരെടുക്കും. ഒരു കോളനി ആക്കപ്പെട്ടാൽ അവിടെ അവർ പൂർണ്ണമായിട്ടും അവരുടെ നിയമങ്ങളെല്ലാം അടിച്ചേൽപ്പിക്കും. പക്ഷെ മൂന്നാമത് പറഞ്ഞ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ കോളനികളാക്കുകയല്ല, ഒരു തരത്തിലുള്ള മൈഗ്രേഷൻ ആണ്. ഇപ്പോൾ നമ്മുടെ USA പറയുകയാണെങ്കിൽ ബ്രിട്ടീഷുകാർ അവിടേക്ക് ചെല്ലുന്നു, അവിടെ അവർ ചെറിയ ചെറിയ കോളനികളായിട്ട് താമസിക്കുന്നു, അവിടെ അവരുടേതായ രീതികളൊക്കെ കൊണ്ടുവരുന്നു. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്. അപ്പം മുഴുവനായിട്ട് കൊളോണിയലിസം എന്ന് പറയുന്ന ആശയം വരുത്താതെ ആവശ്യാനുസരണം ചെറിയ കോളനികളായിട്ട് രൂപീകരിക്കും. അങ്ങനെ 3 രീതിയിലാണ് സാമ്രാജ്യത്വം ലോകമെമ്പാടും പടർന്നിട്ടുണ്ടായിരുന്നത്. മനസ്സിലായോ? ഇനി ഇമ്പീരിയലിസം, ഈ സാമ്രാജ്യത്തിന് ചില തിയറികളൊക്കെ ഉണ്ട്. ഓരോ സ്കോളേഴ്സ് ഓരോ തിയറികളൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ അതിന്റെ തിയററ്റിക്കൽ അപ്രോച്ചസിനെ 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. എക്കണോമിക്കൽ തിയറീസും ഉണ്ട്, പൊളിറ്റിക്കൽ തിയറീസും ഉണ്ട്. സാമ്പത്തികമായിട്ടുള്ള സിദ്ധാന്തങ്ങളും രാഷ്ട്രീയപരമായിട്ടുള്ള സിദ്ധാന്തങ്ങളും ഉണ്ട്. അതിന് നമുക്ക് ആദ്യം എക്കണോമിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ആദ്യമായിട്ട് J.A. ഹോബ്സന്റെ പുസ്തകമാണ് ഇമ്പീരിയലിസം. അദ്ദേഹത്തിന്റെ വർക്കാണ് ഇമ്പീരിയലിസം. അദ്ദേഹം പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥിതിയുടെ ഭാഗമാണ് ഇമ്പീരിയലിസം, അങ്ങനെയാണ് ഇമ്പീരിയലിസം വളർന്നത് എന്നാണ് ഹോബ്സൺ പറഞ്ഞത്. ഇനി അടുത്തൊരു സ്കോളറാണ് റുഡോൾഫ് ഹിൽഫർഡിങ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ ജർമ്മൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു ഈ റുഡോൾഫ്, ജർമ്മൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹം പറയുന്നത് വലിയ ധനകാര്യ സ്ഥാപനങ്ങൾ, വ്യവസായ മേഖലകൾ, അവിടെയൊക്കെ ആധിപത്യം വഴിയാണ് ഇമ്പീരിയലിസം വളർന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി മറ്റൊരു സ്കോളർ ആയിരുന്നു, ഒരു മാർക്സിയൻ വീക്ഷണത്തിലായിരുന്നു റോസ ലക്സംബർഗ്, ജർമ്മൻ ആയിരുന്നു. റോസ ലക്സംബർഗിന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹത്തിന്റെ ബുക്കാണ് അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ബുക്ക്. 1913 വന്നത്. അദ്ദേഹം പറയുന്നത് കോളനികളും സാമ്രാജ്യ ശക്തികളുടെ ഇടയിലുള്ള തുല്യതയുടെ ബന്ധങ്ങളാണ് അവർ വിവരിച്ചിട്ടുള്ളത്. അതായത് ഈ കോളനികൾ സാമ്രാജ്യത്വം എല്ലാം വന്നോട് കൂടിയിട്ട് ഈ കോളനിയാക്കപ്പെട്ട രാഷ്ട്രങ്ങളും അതേസമയം സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളും തമ്മിൽ എന്തുണ്ട്, വലിയ രീതിയിലുള്ള അന്തരമുണ്ട്. എല്ലാ കാര്യത്തിലും വലിയ അന്തരമുണ്ട്. അത്തരത്തില് ഈ കോളനികളും സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളും, കോളനീസ് ആൻഡ് ഇമ്പീരിയൽ സ്റ്റേറ്റ്സ് തമ്മിലുള്ള ബന്ധത്തെയാണ് റോസ ലക്സംബർഗ് വിശദീകരിച്ചിട്ടുള്ളത്. അപ്പം പിന്നെ മറ്റൊരു സ്കോളർ ആയിരുന്നു എല്ലാവർക്കും അറിയുന്നത് വ്ളാഡിമിർ ലെനിൻ ഒരു റഷ്യക്കാരനാണ്. അദ്ദേഹം ഈ യൂറോപ്പിന്റെ അധികാരങ്ങൾക്കും അപ്പുറമാണ് സാമ്രാജ്യത്വ താല്പര്യങ്ങൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. യൂറോപ്പ് വിചാരിക്കുന്നതിൽ അപ്പുറമാണ് അവർ നേടിയെടുത്തിട്ടുള്ള സാമ്രാജ്യത്വം അല്ലെങ്കിൽ അവരുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ എന്നാണ് ലെനിൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് സാമ്പത്തികപരമായിട്ടുള്ള സ്കോളേഴ്സിന്റെ അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത്. ദെൻ പൊളിറ്റിക്കൽ എക്സ്പ്ലനേഷൻ, രാഷ്ട്രീയപരമായിട്ട് എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ചാൽ ഷുംപെറ്റർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ബുക്കാണ് ഇമ്പീരിയലിസം ആൻഡ് ദി സോഷ്യൽ ക്ലാസസ്. ഷുംപെറ്ററിന്റെ ബുക്കാണ് ഇമ്പീരിയലിസം ആൻഡ് ദി സോഷ്യൽ ക്ലാസസ്. അതിൽ അദ്ദേഹം പറയുന്നത് ക്യാപിറ്റലിസവും ഇമ്പീരിയലിസം രണ്ടാണെന്നാണ് ഷുംപെറ്റർ പറഞ്ഞത്. ഇമ്പീരിയലിസം എന്ന് പറഞ്ഞാൽ ഒട്ടും ആധുനികമല്ലാത്ത ഒരു ചിന്താഗതിയാണെന്നാണ് പറയുന്നത്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്മേൽ സർവാധിപത്യം സ്ഥാപിക്കുന്നു എന്ന് പറയുന്നത് ഒട്ടും ആധുനികമല്ലാത്ത ഒരു ചിന്താഗതിയായിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. അതേസമയം ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഇറ്റ്സ് മോഡേൺ ആൻഡ് പ്രൊഡക്റ്റീവ് എന്നാണ് പറയുന്നത്. ക്യാപിറ്റലിസം എന്ന് പറയുന്ന ആശയം കുറച്ചും കൂടെ ആധുനികവും അതേസമയം അത് കുറച്ച് ഉൽപാദനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. എന്തെങ്കിലും ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യണം,
അല്ലെങ്കിൽ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ്, അങ്ങനെ ഒരു ആശയമുണ്ട് ക്യാപിറ്റലിസത്തിന്. അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ രണ്ടും രണ്ടാണ്. ഒന്ന് പ്രാചീനമായിട്ടുള്ളൊരു തെറ്റായിട്ടുള്ള ചിന്താഗതി, മറ്റേത് ഉപകാരപ്രദമായിട്ടുള്ള ഒന്നെന്ന രീതിയിലാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത്. അടുത്തൊരു വ്യക്തിയാണ്, സ്കോളറാണ് ഫീൽഡ് ഹൗസ്. ഫീൽഡ് ഹൗസ് പറഞ്ഞത് അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അധികാര തുലനത്തിനായിട്ട് യൂറോപ്പിലെ രാജ്യങ്ങൾ തമ്മിൽ കലഹങ്ങളിൽ ഏർപ്പെട്ടതിന്റെ ഭാഗമാണ് സാമ്രാജ്യത്വ ഭരണം എന്നാണ്. അതായത് യൂറോപ്പിലെ രാജ്യങ്ങൾ തമ്മിൽ അധികാരം കിട്ടാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആരാണ് ഏറ്റവും വലിയ രാജ്യം എന്ന് അറിയാൻ വേണ്ടി അധികാര തുലനത്തിന് വേണ്ടിയിട്ട് അവർ നടത്തിയിട്ടുള്ള കലഹങ്ങളാണ് സാമ്രാജ്യത്വം എന്നാണ് ഫീൽഡ് ഹൗസ് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇവർ കോളനികൾ ഉണ്ടാക്കുകയും കോളനികൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. മധ്യകാല 18ാം നൂറ്റാണ്ടോട് കൂടി ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഒക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും മറ്റ് രാജ്യങ്ങളുടെ മേൽ കോളനി സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഈ കോളനി സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ അത് അധികാരത്തിന്റെ ചിഹ്നമായിരുന്നു. യൂറോപ്പിലെ ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തിനും ഇത്രയധികം കോളനികൾ ഉണ്ടെന്ന് പറയുമ്പോൾ ഇത്രയധികം അധികാരമുണ്ട് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ കോളനികൾ എന്ന് പറയുന്നത് അധികാരത്തിന്റെ ചിഹ്നമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തന്നെയാണ് ഫീൽഡ് ഹൗസും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിലെത്താനോ മുകളിലെത്താനോ വേണ്ടിയിട്ടുള്ള മത്സരമായിരുന്നു ഇമ്പീരിയലിസം എന്ന് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇനി അപ്പൊ അതാണ് പൊളിറ്റിക്കൽ എക്സ്പ്ലനേഷൻസ് എന്നുള്ള ഭാഗത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു ഭാഗം നമുക്ക് ഡിസ്കസ് ചെയ്യാറ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം ആൻഡ് എമർജൻസ് ഓഫ് ബ്രിട്ടീഷ് പവർ. ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസവും ബ്രിട്ടീഷുകാരുടെ അധികാര ചരിത്രം എങ്ങനെയാണെന്ന് നോക്കാം. ബ്രിട്ടൻ എന്ന് പറയുന്നത് ആ സമയത്ത് ഒരു 16ാം നൂറ്റാണ്ടിന് ശേഷം ഒരു 19ാം നൂറ്റാണ്ട് 20ാം നൂറ്റാണ്ടൊക്കെ വരെ 20ാം നൂറ്റാണ്ട് പകുതിയല്ല ഒരു 1/4 ഭാഗം വരെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തിയായിരുന്നു ബ്രിട്ടീഷ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ശക്തിയായിരുന്നു. ലോകത്തുള്ള മൊത്തം പ്രൊഡക്ഷന്റെ കോട്ടൺ ടെക്സ്റ്റൈൽ പ്രൊഡക്ഷന്റെ ഒക്കെ ഏറിയ പങ്കും നിയന്ത്രിച്ചിരുന്നത് ബ്രിട്ടൻ തന്നെയാണ്. ലോകത്ത് തന്നെ നിയന്ത്രിച്ചിരുന്നത് ബ്രിട്ടൻ ആയിരുന്നു എന്ന് പറയാം. വ്യാവസായിക വിപ്ലവത്തിന് ശേഷം ബ്രിട്ടനിൽ നിന്ന് ധാരാളം വസ്തുക്കൾ പല രാജ്യങ്ങളിലേക്കായിട്ട് കയറ്റുമതി ചെയ്യുമായിരുന്നു. കോട്ടൺ ഇൻഡസ്ട്രിയുടെ 80% ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നു. ലോക കണക്കിൽ ലോകത്തേക്ക് കോട്ടൺ പ്രൊഡക്ഷന്റെ 80%, അയൺ ആൻഡ് സ്റ്റീലിന്റെ 40% എക്സ്പോർട്ട് ചെയ്യുന്നു, കയറ്റുമതി ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി കോളനികളിൽ എന്താ ചെയ്യുന്നത്? ബ്രിട്ടീഷുകാർ അവരുടെ കോളനികളിൽ ഈ സാധനങ്ങളൊക്കെ ഇറക്കുമതി ചെയ്തിട്ട് ഇത് മാത്രമേ ഉപയോഗിക്കാവൂ എന്നൊരു പോളിസിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തില് കോളനികൾ ഇത്തരം ഇവരുടെ സാധനങ്ങൾ തന്നെ മേടിച്ച് ഉപയോഗിക്കാൻ നിർബന്ധിതരാകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ കോളനികളിൽ നിന്ന് ലഭിക്കുന്ന ധാതുക്കൾ റോ മെറ്റീരിയൽസിന്റെ മീതെ മൊണോപ്പൊളി കംപ്ലീറ്റ് അതോറിറ്റി ഇവർ നേടിയെടുക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ഇവർക്ക് ഈ കോളനി ആയിട്ടുള്ള രാജ്യങ്ങൾക്ക് അവരുടെ നാട്ടിലുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യാതൊരു വസ്തുക്കളും നിർമ്മിക്കാൻ പറ്റില്ല. അതിൻ്റെയൊക്കെ മൊത്തം കരാറ്, മൊത്തം പ്രൊഡക്ഷനും മേക്കിങ്ങും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ആരുടെ കയ്യിലായിരിക്കും? ഈ ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരിക്കും. അപ്പൊ അത്തരത്തിലൊരു ട്രേഡ് മൊണോപ്പൊളി, ട്രേഡ് കുത്തക, റോ മെറ്റീരിയൽസിന്റെ മീത കുത്തക ഇവർ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ലോകത്തിൽ തന്നെ വലിയൊരു ശക്തിയായിട്ട് ബ്രിട്ടീഷ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസത്തിന് ശേഷം ഒരു വലിയ സാമ്രാജ്യത്വ ശക്തിയായിട്ട് ഉയർന്നിട്ടുണ്ടായിരുന്നു. ദെൻ ബ്രിട്ടീഷുകാർ ഇങ്ങനെ സാമ്രാജ്യത്വ ശക്തിയായിട്ട് നിൽക്കുന്ന സമയത്ത് ചെറിയ ചെറിയ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ ഇതുപോലെ ശക്തി ആർജിച്ച് വരുന്നുണ്ടായിരുന്നു. 1860 ശേഷം 1860 ശേഷം ജർമ്മനിയും USA-യും ഇത്തരത്തിലും ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണം ആരംഭിച്ചുകൊണ്ട് മുന്നേറാൻ വന്നു. അതിന്റെ ഭാഗമായിട്ട് ജർമ്മനിയിൽ 13% ഇത്തരം ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. USA-ൽ 23%, വേൾഡ് വൈഡ് കണക്കിൽ 23% ഈ വ്യാവസായിക സാധനങ്ങൾ ഉപയോഗിച്ചിരുന്നു. പക്ഷെ 1900 കാലഘട്ടത്തൊക്കെ ബ്രിട്ടീഷുകാരായിരുന്നു ഏറ്റവും വലിയ ശക്തി. അൺക്വസ്റ്റ്യൻ പവറാണ്, ചോദ്യം ചെയ്യാൻ പറ്റാത്ത അത്രയും അധികാരമുള്ളവരായിരുന്നു ഇവരെന്ന് പറയുന്നത്. പിന്നീട് ജർമ്മനി, ഇറ്റലി, USA, പിന്നെ ബെൽജിയം, അങ്ങനെ പല രാജ്യങ്ങളും, പിന്നെ ജപ്പാൻ പിന്നീട് വളരെ പെട്ടെന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരു രാജ്യമാണ്. ഏഷ്യയിൽ നിന്ന് ഈ ഒരു ഇമ്പീരിയലിസ്റ്റ് പവർ ആയിട്ട് അല്ലെങ്കിൽ കോളനികൾ സ്ഥാപിച്ചെടുത്ത രാജ്യമായിട്ടൊക്കെ പറയുന്നത് ഏഷ്യയിൽ നിന്ന് ജപ്പാൻ മാത്രമാണ്. അങ്ങനെ ഒരുപാട് രാഷ്ട്രങ്ങൾ ഇത്തരത്തിൽ കോളനിവൽക്കരണത്തിന്റെ ഭാഗമായിട്ടൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്. ഈ രാജ്യങ്ങൾ തമ്മിൽ ജർമ്മനി, ഇറ്റലി, ബെൽജിയം, ജപ്പാൻ തമ്മിലൊക്കെ നിരന്തരം മത്സരങ്ങളും തർക്കങ്ങളും ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയായിരുന്നു.
ഈ തർക്കങ്ങളാണ്, ഈ അധികാരത്തിന് വേണ്ടിയുള്ള തർക്കങ്ങളാണ് 1914 1914 ഒന്നാം ലോക യുദ്ധം, ഫസ്റ്റ് വേൾഡ് വാറിന് കാരണമായത്. ഈ ഇമ്പീരിയലിസ്റ്റ് രാജ്യങ്ങൾ കോളനികളാക്കപ്പെട്ടല്ല, മറ്റ് രാജ്യങ്ങളെ കോളനിയാക്കി വെച്ചിരുന്ന ഈ സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾ, ഇമ്പീരിയൽ പവേഴ്സ് അല്ലെങ്കിൽ ഈ ക്യാപിറ്റലിസ്റ്റ് നേഷൻസ് ആണ് ഈ ഒന്നാം ലോക യുദ്ധത്തിന് വഴി തെളിയിച്ചെന്ന് പറയാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ആണ് ഫിനാൻസ് ക്യാപിറ്റലിസം ആൻഡ് ഇമ്പീരിയൽ എക്സ്പാൻഷൻ. ഈ ക്യാപിറ്റലിസത്തിന്റെ ഒരു വേറൊരു ഇത് 1860 ശേഷം ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് മൊത്തത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന ആശയം യൂറോപ്പിന്റെ തന്നെ പല ഭാഗങ്ങളിലേക്കും USA, ജപ്പാൻ, യൂറോപ്പിന്റെ പുറത്തുള്ള രാഷ്ട്രങ്ങളിലേക്ക് USA-ക്കും ജപ്പാനിലേക്കൊക്കെ വരുന്നൊരു സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കെമിക്കൽ ഇൻഡസ്ട്രീസ്, പെട്രോളിയം ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ്, ഇലക്ട്രിസിറ്റി എന്നിവയുടെയൊക്കെ ഉപയോഗവും വന്നിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ ഒരു മാറ്റം ഒരു സമൂഹത്തിനുണ്ടായിരുന്നു. ഫിനാൻസ് കൊണ്ടുണ്ടായ ഒരു വലിയ മാറ്റം ഉണ്ടായിരുന്നു. യാത്രാ സൗകര്യങ്ങൾ, റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റവും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനി 1914 യൂറോപ്യൻ രാജ്യങ്ങൾ ലോക സമ്പത്ത് വ്യവസ്ഥയുടെ 84.4% നിയന്ത്രിച്ചിരുന്നു. അപ്പൊ യൂറോപ്പിലായിരുന്നു പ്രധാനപ്പെട്ട സോഴ്സ് ഇൻകം മൊത്തം യൂറോപ്പിലാണ് പോയി അടിഞ്ഞുകൂടിയിട്ടുണ്ടായിരുന്നത്, ലോകത്തിന്റെ തന്നെ എല്ലാ ഭാഗത്തു നിന്നുള്ളത്. അതിൽ ലണ്ടൻ, ന്യൂയോർക്ക് എന്നിവയാണ് പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങളായിട്ട് വന്നത്. ലണ്ടനും ന്യൂയോർക്കും ഒക്കെ ഒരു മേജർ സിറ്റീസ് ആയിരുന്നു, ട്രേഡിന്റെ മേജർ സിറ്റീസ് ആയിരുന്നു അതൊക്കെ. ഇനി 1913 ലണ്ടൻ സാമ്പത്തിക കേന്ദ്രമായിട്ടാണ്, ലോകത്തിന്റെ തന്നെ സാമ്പത്തിക കേന്ദ്രമായിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷന്റെ കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചിരുന്നൊരു നഗരമായിരുന്നു. ബ്രിട്ടനിൽ 4000 മില്യൺ പൗണ്ട് നിക്ഷേപം ഉണ്ടായിരുന്നു. ലോകത്തിലാകമാനം 4000 പൗണ്ട് നിക്ഷേപം ബ്രിട്ടൻ ഉണ്ടായിരുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. ഒന്നാം ലോക യുദ്ധത്തിന് ശേഷമാണ് 1914 1914 ഒന്നാം ലോക യുദ്ധം തുടങ്ങുന്നത്. 1918 അത് അവസാനിക്കുന്നു. അപ്പൊ 1918 അവസാനിക്കുന്നതോട് കൂടിയിട്ടാണ് ബ്രിട്ടൻ അതിന്റെ ശക്തിയെല്ലാം കുറഞ്ഞു വരുന്നതും USA ഒരു പ്രധാനപ്പെട്ട ശക്തിയായിട്ട് ഉയർന്നു വരികയും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുവരെ ബ്രിട്ടൻ ഒരു 1900 കാലത്തൊക്കെ ബ്രിട്ടൻ തന്നെയായിരുന്നു പ്രധാനപ്പെട്ട പവർ എന്ന് പറയുന്നത്. ഇനി യൂറോപ്പ് ആൻഡ് വാർ എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാം ലോക യുദ്ധത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ പ്രധാനമായിട്ടും യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ഉണ്ടായത്. അതിൽ USA, റഷ്യ ഒക്കെ ഭാഗമായിട്ടുണ്ടെങ്കിലും ജപ്പാനൊക്കെ ഭാഗമായിട്ടുണ്ടെങ്കിലും യൂറോപ്പിലെ രാജ്യങ്ങൾ തമ്മിൽ അധികാരം ആർക്കാണ് എന്നുള്ളത് ഒരു സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾ തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധമാണ് യൂറോപ്പിലെ ഒന്നാം ലോക യുദ്ധം എന്നൊക്കെ പറയാം. 1914 യൂറോപ്പിൽ 25ഓളം രാജ്യങ്ങളുണ്ടായിരുന്നു. ഈ 25ഓളം രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇവരിൽ പലരും ചിലത് മൊണാർക്കിയലായിരിക്കാം, മറ്റു ചിലത് വേറെ രീതിയിലുള്ള മൊണാർക്കി അല്ലാത്ത ഫുള്ളി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു നാഷൻ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും മറ്റു രീതിയിലുള്ള ഭരണ രീതികളൊക്കെ ഫോളോ ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു. അതുപോലെ തന്നെ പല രാജ്യങ്ങൾക്കും പല സാമ്പത്തിക സ്ഥിതിയായിരുന്നു. നമ്മൾ യൂറോപ്പിൽ ബ്രിട്ടൻ അന്ന് ഏറ്റവും വലിയ സാമ്പത്തിക രാജ്യമായിരുന്നു. ജർമ്മനിയും ഇറ്റലിയൊക്കെ വളർന്നു വരുന്നുണ്ടായിരുന്നുള്ളൂ. ഫ്രാൻസും വലിയ കുഴപ്പമില്ലാതായിരുന്നു. പക്ഷെ മറ്റു പല രാജ്യങ്ങളും വലിയ രീതിയിൽ ഒരു സാമ്പത്തിക ശേഷിയും ഇല്ലാത്ത രാജ്യങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ പോർച്ചുഗൽ, സ്പെയിന്, അൽബാനിയ, സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയവയൊക്കെ ഇൻഡസ്ട്രിയലൈസേഷൻ എത്താത്ത ഒരു പ്രീ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള രാജ്യങ്ങളായിട്ടാണ് നിലനിന്നിട്ടുണ്ടായിരുന്നത്. അതേസമയം റഷ്യ ഒരു കാർഷിക രാജ്യമായിരുന്നു, കൃഷി മെയിനായിട്ട് ഫോളോ ചെയ്യുന്ന, അതും യൂറോപ്പിലെ പല രാജ്യങ്ങളും കോളനി ആക്കി ഉപയോഗിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു റഷ്യ എന്ന് പറയുന്നത്. അപ്പൊ കോളനിവൽക്കരണം നടന്നിട്ടുള്ള, കോളനി ആയിട്ട് നിന്നിരുന്ന ഒരു രാജ്യമായിരുന്നു റഷ്യ. അപ്പൊ യൂറോപ്പിലെ പല രാജ്യങ്ങൾക്കും പല സാമ്പത്തിക സ്ഥിതി ആയിരുന്നുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ആ ഒരു സാമ്പത്തിക തുലനം അത് നേടാൻ വേണ്ടിയിട്ടുള്ള തർക്കങ്ങൾ വളരെ കൂടുതലായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് യൂറോപ്പില് യുദ്ധങ്ങളും ഉണ്ടായിരുന്നത്. ഇനി യൂറോപ്പിലെ ബ്രിട്ടന്റെ ഒരു പവർ 1918 ശേഷം ബ്രിട്ടൻ പുറകോട്ട് വരുന്ന സമയം, ലണ്ടൻ പുറകോട്ട് വരുന്ന സമയത്ത് മുന്നിലേക്ക് വന്നിട്ടുള്ള 2 രാജ്യങ്ങളാണ് USA, അമേരിക്കയും പിന്നെ ഒന്നാണ് ജപ്പാനും. ഇത് രണ്ടിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം അമേരിക്കയിൽ ഇമ്പീരിയലിസം എങ്ങനെ വളർന്നു. ഇന്ന് നമുക്ക് അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഇമ്പീരിയലിസ്റ്റ് നേഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്ക ആയിരിക്കും അല്ലെ. 20ാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ് അമേരിക്കയുടെ ഈ ഒരു ഇമ്പീരിയലിസം എന്ന് പറയുന്ന ഒരു ഇത് വളർന്നു വരാൻ തുടങ്ങിയത്. അമേരിക്കയിലെ ഇമ്പീരിയലിസം കൊണ്ടുവന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ US കുടിയേറി പാർത്തിട്ടുള്ള ബ്രിട്ടനുകാരാണ് അവിടെ ഇമ്പീരിയലിസം കൊണ്ടുവരുന്നത്. അതായത് തനത് അമേരിക്കൻ വാസികളെ, തനത് അമേരിക്കൻ ഇന്ത്യൻ ട്രൈബ്സിനെ ഒതുക്കിക്കൊണ്ട്
പുറത്തുനിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുള്ള അമേരിക്കൻ നിവാസികൾ, അവിടെ കുടിയേറി പാർത്തിട്ടുള്ളവരാണ് അവിടെ ഒരു ഇമ്പീരിയലിസ്റ്റ് നേഷൻ വന്നത്. അപ്പോൾ അവിടുത്തെ തനത് ട്രൈബൽ വിഭാഗം ഒരുപാട് അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗമായിരുന്നു. അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയാണ് ഇന്ന് കാണുന്ന USA ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്നത്. പിന്നീട് USA ഈ കുടിയേറി പാർത്തവരെല്ലാവരും കൂടെ USA ഒരു വലിയ സമ്പന്ന രാഷ്ട്രമാക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു 1900 കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 1914 കാലഘട്ടത്തിൽ ലണ്ടനും ന്യൂയോർക്കുമാണ് പ്രധാനപ്പെട്ട സിറ്റീസ് ആയിരുന്നെന്ന് പറഞ്ഞല്ലേ. അതിന്റെ ഭാഗമായി തന്നെ പിന്നീട് അവിടെ US ഒരുപാട് നിയമങ്ങൾ ഈ ക്യാപിറ്റലിസത്തിനെ പ്രൊമോട്ട് ചെയ്യാനും ക്യാപിറ്റലിസത്തിന് വേണ്ടിയൊക്കെ ഉണ്ടായി. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ്സ് ആൻഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞ ഡിവിഷൻ വളരെ കൂടുതലായിരുന്നു. വൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹൈലി സിവിലൈസ്ഡോ, അതേസമയം ബ്ലാക്സ് എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ പുരോഗമനം ഇല്ലാത്ത, ഒട്ടും തന്നെ വിവരമില്ലാത്ത ജനതയായിട്ടാണ് ഇവർ കണക്കാക്കിയത്. ബ്രിട്ടന്റെ ഒരു പോളിസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ യൂറോപ്പിൽ നിന്ന് കുടിയേറി പാർത്ത US അവിടുത്തെ തനത് വർഗ്ഗക്കാരെ, അവിടുത്തെ തനത് ട്രൈബൽ വിഭാഗക്കാരെ ആ രീതിയിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് USA വളർന്നു വരുന്നത്. അന്ന് അവിടെ പ്രസിഡന്റ് ആയിരുന്നു, US പ്രസിഡന്റ് ആയിരുന്നു തിയോഡർ റൂസ്വെൽറ്റ്. റൂസ്വെൽറ്റ് ഡിക്ലെയർ ചെയ്തൊരു കാര്യമുണ്ട്: ദ സിവിലൈസ്ഡ് നേഷൻസ് വേർ പ്രിഡോമിനന്റ്ലി വൈറ്റ് ആൻഡ് ദ അൺസിവിലൈസ്ഡ് വൺസ് വേർ പ്രിഡോമിനന്റ്ലി നോൺ വൈറ്റ്. വെളുത്തിരിക്കുന്നവരൊക്കെ സിവിലൈസ്ഡ് ആയിട്ടുള്ളവരും അതേസമയം അൺസിവിലൈസ്ഡ് ആയിട്ട് അതിന് മാത്രം പുരോഗമനം എത്താത്തവർ എപ്പോഴും കറുത്തവരുമായിരിക്കും എന്നൊരു, കറുത്തവർ എന്ന് പറഞ്ഞാൽ നോൺ വൈറ്റ്സ്, വൈറ്റ് അല്ലാത്തവർ, അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയ ആളാണ് അന്നത്തെ US പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു മനോരീതി എന്തായാലും നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വളർന്നു വന്ന USA ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു റേസിസ്റ്റ്, കളറിന്റെ രീതിയിൽ, നിറത്തിന്റെ രീതിയിൽ മനുഷ്യനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു രാജ്യമായിട്ടും വളർന്നിട്ടുണ്ടായിരുന്നു. അതായിരുന്നു അമേരിക്കയുടെ ഒരു ഇമ്പീരിയലിസം എന്ന് പറയുന്നത്, അമേരിക്കയുടെ സാമ്രാജ്യത്വം. അപ്പൊ അമേരിക്കൻ സാമ്രാജ്യത്വം വളരുന്നത് അമേരിക്കയിൽ തന്നെയുള്ള തനത് വിഭാഗങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടാണ് വളർന്നു വരുന്നത്. അത് പിന്നീട് ലോക സാമ്രാജ്യത്വ രാഷ്ട്രമാവുകയാണ് ചെയ്യുന്നത്. ഇനി US അങ്ങനെ കാലക്രമേണ മറ്റ് രാജ്യങ്ങളുടെ മേലെ സ്വാധീനം ലഭിക്കാൻ തുടങ്ങി. അവർ സമോവൻ ഐലാൻഡ്സ് അത് 1899 അവിടുത്തെ അധികാരം കൈക്കലാക്കി. പിന്നെ പെനിൻസുല, ഗുയാന തുടങ്ങിയ സ്ഥലങ്ങൾ പിടിച്ചെടുത്തു. 1898 സ്പെയിനുമായിട്ട് യുദ്ധം ഉണ്ടായിട്ട് ക്യൂബയിലും ഫിലിപ്പീൻസിലൊക്കെ ഇവർ അധികാരം സ്ഥാപിച്ചു. പിന്നെ അമേരിക്കയുടെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, USA പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു സൗത്ത് അമേരിക്ക. നിരന്തരം സൗത്ത് അമേരിക്കയുടെ മീതെ ആധിപത്യം സ്ഥാപിക്കുമായിരുന്നു ഈ USA. അപ്പൊ അത്തരത്തിലൊക്കെയാണ് USA തന്റെ അധികാരം മറ്റുള്ളവരുടെ മീതെ ചെലുത്തിയത്. പിന്നെ US ഇമ്പീരിയലിസം അടുത്തതായിട്ട് ഏഷ്യയിലേക്ക് വന്നു. 1890 ഏഷ്യയില് അവരൊരു പദ്ധതി കൊണ്ടുവന്നു, ഓപ്പൺ ഡോർ പോളിസി. ചൈനയിലാണ് ഇത് കൊണ്ടുവന്നത്, ഓപ്പൺ ഡോർ പോളിസി. ചൈന ഈ ഒരു ആശയത്തിനെ എതിർക്കുകയാണ് ഉണ്ടായത്. അമേരിക്കയുടെ, USA ഈ ഒരു ആശയത്തിനെ ചൈന എതിർത്തു. അതിന്റെ ഭാഗമായിട്ട് ചൈനയിൽ ഉണ്ടായ യുദ്ധമാണ് ബോക്സർ റിബലിയൻ. ചൈന അമേരിക്ക തമ്മിലുണ്ടായ യുദ്ധമാണ് ബോക്സർ റിബലിയൻ. 1890 ഓപ്പൺ ഡോർ പോളിസിക്കെതിരെയാണ് ഈ യുദ്ധം ഉണ്ടായത്. ചൈന എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു സാമ്പത്തിക രാഷ്ട്രമൊന്നും അല്ല. 1890 വളരെ സാധാരണമായിട്ടുള്ള ഒരു രാഷ്ട്രമാണ്, ഒരു ഏഷ്യൻ രാജ്യമായിരുന്നു. അപ്പൊ ചൈന ബോക്സർ റിബല്യനിൽ US തോൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബീജിംഗ്, ചൈനയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ബീജിംഗ് ബോക്സർ റിബല്യനോടെ USA പിടിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ ചൈനയുടെ മീതെ ആധിപത്യം US സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതായിരുന്നു അമേരിക്കൻ ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഉയർന്നു വന്ന ഒരു രാജ്യമാണ് ജപ്പാന്റെ ഒരു ഉയർച്ച എന്ന് പറയുമ്പോൾ ഏഷ്യയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരേ ഒരു ഇമ്പീരിയലിസ്റ്റ് രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. ജപ്പാൻ എംപറർ ആയിട്ടുള്ള മിയേജി ആണ് ഈ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അവിടെ സാമ്പത്തിക രാഷ്ട്രീയ സ്ഥിതിയിലൊക്കെ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാക്കി. ഇൻഡസ്ട്രിയലൈസേഷനെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, ഫാക്ടറികളെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷെ ജപ്പാന്റെ കാർഷിക രംഗത്തെ വളരെയധികം ചൂഷണം ചെയ്യുകയും ചെയ്യുന്നു. പെസൻസിനെ വളരെയധികം ചൂഷണം ചെയ്ത് പെസൻസ് അവരുടെ കൃഷിയിടങ്ങൾ, ജോലിയെല്ലാം ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതി തന്നെ ഉണ്ടായിരുന്നു. കൃഷിക്കാരെ വളരെ മോശമായിട്ട് ജപ്പാന്റെ ഈ ഉയർച്ച ബാധിച്ചിട്ടുണ്ട്. 20ാം നൂറ്റാണ്ടില് ജപ്പാനിൽ നിന്ന് ഒരുപാട് പ്രൊഡക്ട്സ് ലോകമെമ്പാടും വിപണിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. 20ാം നൂറ്റാണ്ടിൽ ജപ്പാൻ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് യൂറോപ്പിലെ പ്രൊഡക്ട്സിനോട് താരതമ്യം ചെയ്യാൻ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചിരുന്നു. അപ്പൊ ജപ്പാൻ കടുത്ത മത്സരം യൂറോപ്യൻ രാജ്യങ്ങളിലെ ഗുഡ്സുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ അത്രയും പെട്ടെന്ന് മുന്നേറിയ ഒരു ഏഷ്യൻ രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. ജപ്പാനെ ഏഷ്യയിൽ നിന്നുള്ള ഒരേ ഒരു സാമ്രാജ്യത്വ രാഷ്ട്രം എന്നാണ് പറയുന്നത്. പിന്നീട്
ജപ്പാന് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ പോലെ തന്നെ മറ്റ് രാജ്യങ്ങളുടെ മീതെ കോളനികൾ സ്ഥാപിക്കാനുള്ള അധികാരം കിട്ടി തുടങ്ങി. അങ്ങനെ ജപ്പാൻ മറ്റ് രാജ്യങ്ങളെ കോളനിയാക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ജപ്പാൻ പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചിരുന്ന രാജാവിനെ പ്രധാനമാക്കി നിർത്തിക്കൊണ്ട് ഒരു ഭരണഘടന നിർമ്മിക്കുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് മേക്സ് എംപറർ ആസ് ദി ഹെഡ്. രാജാവിനെ അല്ലെങ്കിൽ എംപററിനെ മുകളിൽ നിർത്തിക്കൊണ്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി. ദെൻ വിദ്യാഭ്യാസത്തിലും ഭരണത്തിലും ഒക്കെ രാജാവിന്റെ സ്തുതികൾ കൂട്ടിച്ചേർക്കുകയും അതുപോലെ തന്നെ വ്യവസായവൽക്കരണത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എഴുതി ചേർക്കുകയെല്ലാം ചെയ്തിട്ടാണ് ഇവര് അവരുടെ ഭരണഘടനയും വിദ്യാഭ്യാസ സമ്പ്രദായമൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത്. 1890 ജപ്പാൻ മറ്റ് രാജ്യങ്ങളെ കോളനിയാക്കാനും ശ്രമിച്ചിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളെ കോളനിയാക്കി ഭരിക്കാനുള്ള ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് 1895 ജപ്പാൻ ചൈനയെ തോൽപ്പിച്ച് ഫർമോസ പിടിച്ചെടുത്തു. തായ്വാനിലെ സ്ഥലമാണ് പിടിച്ചെടുത്തു. ദെൻ കൊറിയനെ സ്വതന്ത്ര രാജ്യമാക്കാൻ വേണ്ടി ചൈനയെ കൊണ്ട് സമ്മതിപ്പിച്ചു. ചൈനയുടെ കീഴിലായിരുന്നു കൊറിയ ഉണ്ടായിരുന്നത്. അപ്പൊ ചൈനയും കൊറിയനും തമ്മിൽ പരസ്പരം മോചിപ്പിച്ചിട്ട് കൊറിയനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ ജപ്പാനാണ് മുൻകൈ എടുത്തത്. പിന്നീട് ജപ്പാൻ കൊറിയയുടെ മീത് ആധിപത്യം സ്ഥാപിക്കുകയും കൊറിയനെ കോളനിയാക്കുകയും ചെയ്തിട്ടുണ്ട്. 1910 കൊറിയയെ ജപ്പാൻ കീഴടക്കുന്നത്. 1902 ആംഗ്ലോ ജപ്പാൻ ട്രീറ്റി വരുന്നുണ്ട്. 1902 ആംഗ്ലോ ജപ്പാൻ ട്രീറ്റി. എന്താണ് ഈ ആംഗ്ലോ ജപ്പാൻ ട്രീറ്റിയിൽ പറയുന്നത്? ഏഷ്യൻ രാജ്യങ്ങളിൽ മറ്റ് രാജ്യങ്ങളിൽ കോളനി സ്ഥാപിക്കാനുള്ള അവകാശം ജപ്പാൻ നേടിയെടുത്തതാണ് ഈ ആംഗ്ലോ ജപ്പാൻ ട്രീറ്റി എന്ന് പറയുന്നത്. അപ്പം യൂറോപ്യൻ രാജ്യങ്ങള് ജപ്പാന് മറ്റ് രാജ്യങ്ങളുടെ മേൽ കോളനി സ്ഥാപിക്കാനുള്ള അവകാശം വിട്ടു നൽകണം. ആ അവകാശം നേടിയെടുത്ത ഒരേ ഒരു ഏഷ്യൻ രാജ്യമായിരുന്നു ജപ്പാൻ എന്ന് പറയുന്നത്. ആ ട്രീറ്റിനെയാണ് ആംഗ്ലോ ജാപ്പനീസ് ട്രീറ്റി എന്ന് പറയുന്നത്. 1902 ഈ ട്രീറ്റി വരുന്നത്. ഓക്കെ, അതാണ് ആംഗ്ലോ ജാപ്പനീസ് ട്രീറ്റി, ഓർത്തു വെക്കണം. ഇനി അതിനുശേഷം ജപ്പാൻ റഷ്യയുടെ മീതെ കടന്നു കയറി റഷ്യോ ജപ്പാൻ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1904 മുതൽക്ക് 1905 വരെ. ഈ സമയത്ത് റഷ്യ എന്ന് പറയുന്നത് ഒരു കാർഷിക രാജ്യമായിരുന്നു. റഷ്യക്ക് അതിന് മാത്രം പവർ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജപ്പാൻ റഷ്യനെ തോൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ റഷ്യയുടെ മീതെയും ജപ്പാൻ ഒരു ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 20ാം നൂറ്റാണ്ട് ആയപ്പോഴേക്കും, അതായത് 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകം എടുത്ത് നോക്കുകയാണെങ്കിൽ USA ആൻഡ് ജപ്പാൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട 2 ഇമ്പീരിയലിസ്റ്റ് രാജ്യങ്ങളായിട്ട് ഉയർന്നു വന്നിരുന്നു. അപ്പോൾ യൂറോപ്പിൽ ബ്രിട്ടൻ ആയിരുന്നു പ്രധാനപ്പെട്ട ഇമ്പീരിയലിസ്റ്റ് രാജ്യം. പിന്നീട് ജർമ്മനി, സ്പെയിനും ഒക്കെ ഉയർന്നു വന്നു. അതേസമയം യൂറോപ്പിന്റെ പുറത്ത് USA-യും ജപ്പാനുമായിരുന്നു പ്രധാനപ്പെട്ട ഇമ്പീരിയലിസ്റ്റ് നേഷൻസ് ആയിട്ട് വന്നത്. അപ്പോൾ ഇതായിരുന്നു ഇമ്പീരിയലിസത്തെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ. നമ്മൾ ഇമ്പീരിയലിസം എന്താണെന്ന് പറഞ്ഞു, അതിന്റെ വിവിധങ്ങളായ ഫീച്ചേഴ്സ് പറഞ്ഞു, ഇമ്പീരിയലിസത്തിന്റെ തിയറട്ടിക്കൽ രീതികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു, ക്യാപിറ്റലിസം, ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം, അത് വേൾഡ് വൈഡ് ആയിട്ടുണ്ടായ മാറ്റങ്ങൾ, യൂറോപ്പിൽ എങ്ങനെയായിരുന്നു ഇമ്പീരിയലിസം, USA-യിൽ എങ്ങനെയായിരുന്നു, ദെൻ ജപ്പാൻ എങ്ങനെയായിരുന്നു, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.